എനിക്കെപ്പോഴും കുറേ മെസ്സേജ് വരാറുള്ളതെന്ന് പറഞ്ഞാൽ കുറേ പേര് എനിക്ക് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ നോക്കിയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എവിടെയെങ്കിലും നോക്കി പഠിക്കണം. ഓക്കെ, അപ്പം വെറുതെ നമ്മൾ ട്രേഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. കാരണം നമ്മൾ ഫുൾ ടൈം ട്രേഡേഴ്സ് അല്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും നോക്കി ഫോളോ ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്നത് ഞാൻ ആരെ നോക്കിയാണ് പഠിക്കുന്നത്, എവിടെ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ നോക്കുന്നത് പറഞ്ഞാൽ ഈ സജാദ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം പുള്ളിൻ്റെ വീഡിയോസാണ് ആക്ച്വലി ഞാൻ കാണുന്നത്. നല്ല വീഡിയോസാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മീം കോയിൻസിൽ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ സകല യൂട്യൂബ് ചാനൽ കണ്ടത് വെച്ചാൽ ഏറ്റവും നല്ല ചാനലും ഏറ്റവും നല്ല ക്ലാസ്സും പുള്ളീൻ്റെയാണ്. അപ്പോൾ പുള്ളീൻ്റെ ഓരോ ട്രേഡും അത്യാവശ്യം നൈസാണ്. ഓക്കെ, പുള്ളി ഒരു ഈ വീഡിയോസിന് പുറമെ പുള്ളി ഒരു ക്ലാസ് ആക്ച്വലി മാസ്റ്റർ ക്ലാസ് ആയിട്ട് എടുക്കുന്നുണ്ട്. വളരെ കിടിലൻ ക്ലാസ്സാണ്. പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളീൻ്റെ ക്ലാസ്സിൻ്റെ വില എന്ന് പറഞ്ഞാൽ $4000. അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര കൂടുതലാണ്. കാരണം ഇന്ത്യൻ റുപ്പീസ് $4000 എന്ന് വെച്ചാൽ വളരെ കൂടുതലാണ്. പക്ഷേ ഞാൻ എന്തായാലും ആ കോഴ്സ് എടുത്തിട്ടുണ്ട്. വളരെ നല്ല കോഴ്സായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് വീഡിയോസ് കാണുവാണെങ്കിൽ മനസ്സിലായി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോഴ്സിന്, എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് ഈ കോഴ്സിന്. ഓക്കെ, അപ്പം ഞാൻ ആക്ച്വലി എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇത് ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കത്തില്ല. ഓക്കെ, നല്ല രീതിയിൽ കിടിലൻ കോഴ്സാണ്. $4000 ചിലവായി. അപ്പോൾ എൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു 70-80% കൊടുത്തിട്ടാണ് ഈ കോഴ്സ് ഞാൻ മേടിച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഞാനിതൊരു 10-1% ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ടെലഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വില കുറച്ച് തരുമെന്ന് ആരും എനിക്ക് മെസ്സേജ് അയക്കരുത്, തരത്തില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇനി നിങ്ങളുടെ കയ്യിൽ ഇത്രയും പൈസ ഇല്ല, നിങ്ങൾ ഫേമസ് എന്ന് വെച്ചാൽ ഇത്രയും പൈസ ഇല്ല, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പൈസ ഇല്ലെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഗീവ് അവേ പോലെ വെക്കാനും ആലോചിക്കുന്നുണ്ട്. ഗീവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതായിട്ടും വിചാരിക്കരുത്. ഗീവ് അവേ ഉണ്ടെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം ഇതിനെപ്പറ്റി എന്ന് വെച്ചാൽ ഇതിലോട്ട് കടക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ മാത്രം ഇതിനകത്ത് കയറിയാൽ മതി. ഓക്കെ, എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ പൈസയ്ക്കായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്ന് വെച്ചാൽ 10-1% ഒന്നുമല്ല, ഭയങ്കര കുറഞ്ഞ പൈസയ്ക്കായിരിക്കും. പക്ഷേ പൈസ ഇല്ലാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ അതിനകത്ത് വാല്യൂ കാണിക്കത്തില്ലാത്തതുകൊണ്ട് മാത്രമാണ് പൈസ വെക്കുന്നത്. ഓക്കെ, അതിന് ഗീവ് അവേ പങ്കെടുക്കാൻ വേണ്ടി ആകെപ്പാടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ടെലഗ്രാം അക്കൗണ്ടിൽ പോവാം. എൻ്റെ ടെലഗ്രാം ചാനലുണ്ടല്ലോ, അപ്പം ബയോനകത്ത് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് ഇതിനകത്ത് അക്കിനാക്കി എന്ന് പറഞ്ഞൊരു ബോട്ടിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിനകത്ത് കയറുക, ഫോളോ എന്ന് വെച്ചാൽ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. അതുപോലെ തന്നെ അതും അയക്കണം. അതുപോലെ തന്നെ ഈ നമ്മുടെ വീഡിയോസില്ലേ, അപ്പോൾ വീഡിയോസിനകത്ത് എൻ്റെ വീഡിയോസിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ഇട്ടിട്ട് അതും സ്ക്രീൻഷോട്ടായിട്ട് അയക്കാം. അപ്പം ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഞാൻ കുറഞ്ഞ പൈസയ്ക്ക് കൊടുക്കത്തുള്ളൂ. ഓക്കെ, അല്ലാത്തവരുണ്ടെങ്കിൽ 10-1% ഏകദേശം ഒരു $300-400 കൊടുത്തിട്ട് എൻ്റെ തന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയവർക്ക് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. വെറുതെ എനിക്ക് മെസ്സേജ് അയക്കരുത്. എനിക്ക് ഒന്നാമത് തന്നെ സമയമില്ല. ഓക്കെ, കുറേ കാര്യം എനിക്ക് നോക്കാനുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഇതിനെ പറ്റി വിഷയം എല്ലാം മാറ്റി വെച്ച് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പൊതുവെ കാണുന്നത് ഡോഗ്സ് ലിസ്റ്റ് ആകാൻ പോവുകയാണ്. ഏകദേശം 4-5 ദിവസത്തിനുള്ളിൽ ലിസ്റ്റ് ആവും. ഇത് അവർക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഡോഗ്സ് ലിസ്റ്റ് ആവും. സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏകദേശം നമ്മൾ നേരെ നോട്ട് കോയിൻ എടുത്തു കഴിഞ്ഞാൽ സെയിം സംഭവം നമുക്കിവിടെ കാണാൻ പറ്റും. ലിസ്റ്റായ അന്ന് എത്ര ശതമാനം ഇടിഞ്ഞ്. ഓക്കെ, ഞാൻ ആക്ച്വലി ഒരു മാപ്പ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി കാണിക്കുക. ഇത് മീം കോയിൻ ട്രേഡേഴ്സായി നമുക്ക് മാത്രം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതാരും മിസ് ചെയ്ത് പോവരുത്. ഓക്കെ, ലിസ്റ്റ് ആകുമ്പോൾ ഇടിയും. ഒരു മിനിറ്റ് സൂം ചെയ്യട്ടെ. ഓക്കെ, ലിസ്റ്റായ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.3 ബില്യൺ മാർക്കറ്റ് ക്യാപ്പാണ്. അത് ഇടിയും 400 മില്യണിലോട്ട് പോകും. ഓക്കെ, അപ്പം ലിസ്റ്റായ ഓൺ സ്പോട്ടിൽ തന്നെ നിങ്ങൾ സെല്ല് ചെയ്യണം. എല്ലാവരും പറയും ഹോൾഡ് ചെയ്യാൻ പറയും, പക്ഷേ നമ്മൾ സെല്ല് ചെയ്യണം. ഓക്കെ, എപ്പോൾ ലിസ്റ്റായി നമ്മുടെ അക്കൗണ്ടിൽ വരുന്നോ അപ്പം തന്നെ കൺവേർട്ട് ചെയ്ത സോളാനോ എന്തെങ്കിലും USDT മാറ്റുക. എന്നിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പം ആക്ച്വലി സെല്ലിംഗ് പ്രഷർ എല്ലാം തീരും. ഓക്കെ, സെല്ലിംഗ് പ്രഷർ തീർന്ന് അതിൻ്റെ ഏറ്റവും അടിയിലെത്തും. കണ്ടോ, പോയിൻ്റ് എത്തി. ഏറ്റവും അടിയിൽ എത്രയാണ് 460 മില്യൺ എത്തി. പിന്നെ ആ ഒരു സെല്ലിംഗ് പ്രഷർ സെല്ല് ചെയ്യേണ്ടവരെല്ലാവരും സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി പിന്നെ ഈ സെല്ലിംഗ് പ്രഷർ കഴിഞ്ഞാൽ ബൈയിങ് പ്രഷർ കൂടും. അത് പൊതുവേ സംഭവിക്കുന്ന എല്ലാ സാധനത്തിലും നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. ഏകദേശം ഡോഗ്സ് പോലെ ടെലഗ്രാമിൻ്റെ തന്നെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള സാധനം മിക്കവാറും എനിക്ക് തോന്നുന്നു ഇത് പകുതി പേരും കാണാത്തതുകൊണ്ട് ഇത്രയും കുറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഡോഗ്സ് പോലത്തെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള കോയിൻ മിക്കവാറും ഒരു 10 ഇരട്ടി ഇടിയാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ ലിസ്റ്റ് ആവുന്നോ അപ്പം നിങ്ങൾ അക്കൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇടും. ഡോഗ്സ് നന്നായിട്ട് ഇടിയും. അത് ഞാൻ പറയുന്നതാണ്. നന്നായിട്ട് ഇടിയുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്
വെച്ചാൽ ഏകദേശം നിങ്ങൾക്ക് തോന്നുന്നു പറഞ്ഞാൽ ആ ലോവസ്റ്റ് പോയിന്റിൽ കയറണം വെച്ചാൽ അത് പകുതി പേരും തിരിച്ച് കയറാൻ മടിയുണ്ട്, പക്ഷേ കയറണം. കാരണം ഡോഗ്സ് നല്ല രീതിയിൽ ഫേമസ് ആണെന്നിട്ട് തിരിച്ച് കയറിയിരിക്കും. ഇതേപോലെ നോട്ട് കോയിൻ വരെ ഇത്രയും കയറിയ സ്ഥിതിക്ക് ഡോഗ്സ് ടെലഗ്രാമിൻ്റെ തന്നെ കോയിനായ സ്ഥിതിക്ക് നല്ല രീതിയിൽ കയറും. തന്നെ നല്ല ഹൈപ്പും ഉണ്ട്, അത് കയറിയിരിക്കും. കയറി കഴിയുമ്പോൾ ഒരു 10-20 ഇരട്ടി നമുക്ക് പ്രോഫിറ്റ് ലാഭം ഉണ്ടാകാം. ഏകദേശം ഒരു 1000 രൂപ ഉണ്ടാക്കിയാൽ 10 ഇരട്ടി, 10,000 വേണമെങ്കിൽ 20 ഇരട്ടി, 20,000 രൂപ സുഖമായിട്ട് ഇതിനകത്ത് ഉണ്ടാക്കാം. 10-20 ഇരട്ടി ഞാൻ മിനിമം പറയുന്ന. ചിലപ്പോൾ ഇടിഞ്ഞിങ്ങനെ കുത്തനെ ഇടിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുത്തനെ കയറിപ്പോവും. ഇത് പൊതുവേ കാണാറുള്ളതാണ്. കണ്ടോ, ഇത് നമ്മൾ ജസ്റ്റ് ഇപ്പം എല്ലാവരും പറയും ഹോൾഡ് ചെയ്യാൻ പറയും. ഹോൾഡ് ചെയ്യുന്നവർക്ക് കണ്ടോ ഏകദേശം ഇരട്ടിയാണ്, 100% ഇരട്ടി കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ സെല്ല് ചെയ്ത് ഇവിടെ ഒന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇരട്ടി കിട്ടും നോക്ക്. 470 ഇരട്ടി പോകേണ്ട, 470 വേണ്ട, അറ്റ്ലീസ്റ്റ് 400 എങ്കിലും നമുക്ക് 4 ഇരട്ടിയെങ്കിലും നമുക്കിവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വരും. അപ്പോൾ ഇത് നമ്മൾ മീൻ കോയിൻ ട്രേഡേഴ്സിന് മാത്രമുള്ളതാണ്. അപ്പം ബാക്കി ആർക്കും ഇത് പൊതുവെ ഇങ്ങനെ ചിന്തിക്കില്ല, ചെയ്യത്തുമില്ല. പക്ഷേ നമ്മളിത് ചെയ്യണം. ഓക്കെ, ഞാൻ ചെയ്യുന്നത് ഇതാണ്. നോട്ട് കോയിനിൽ സെയിം സംഭവം നമ്മൾ പൈസ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പൈസ ഉണ്ടാക്കണം. ഇത് മിസ് ചെയ്ത് പോകരുത്. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ വേറെ ഒരു ട്രേഡ് പഠിക്കേണ്ട, ഇത് ചെയ്യുക, പൈസ ഉണ്ടാക്കുക.